ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പറഞ്ഞാൽ ഒരു വീട്ടിൽ വെള്ളം അടിക്കുമ്പോൾ ടാങ്ക് പെട്ടെന്ന് തന്നെ കാലിയായി പോകുന്നു. അപ്പോൾ വെള്ളം എവിടെയോ ലീക്ക് ഉണ്ടെന്ന് മനസ്സിലായി. ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അതായത് ഒരു 1.5 ഇഞ്ച് ലൈൻ ഇറങ്ങുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ട് ടീ രണ്ടായിട്ട് പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ അവിടെയാണ് ലീക്കെന്ന് കണ്ടെത്തി. അപ്പോൾ നമ്മൾ ഇത് പൊട്ടാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത്, അതായത് മണ്ണിനകത്തോട്ട് എലി കയറിയിട്ടുണ്ട്. എലി കയറി മണ്ണ് തുരന്ന് മാറ്റിയപ്പോൾ പൈപ്പ് താഴേക്ക് കൊണ്ടിരിക്കുകയും അതോടൊപ്പമുള്ള ഫിറ്റിങ്സുകൾ പൊട്ടി മാറുകയാണ് ചെയ്തത്. നമ്മൾ സാധാരണ രീതിയിൽ ഇത്രയും താഴ്ത്തി പൈപ്പ് ഇടാറില്ല. അത് പത്തിരിപ്പിൻ്റെ മുകൾ ഭാഗത്തായിരിക്കും പൈപ്പ് ഇടുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് മാറ്റി പുതിയ ടീ ഇടുന്നതെന്ന് കാണിക്കുന്നൊരു വീഡിയോ ആണ്. എല്ലാവർക്കും ആദ്യം തന്നെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒട്ടിക്കേണ്ട ഭാഗത്തെ ആ ഒരു മണ്ണ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് രണ്ട് സൈഡും, അതായത് ടീ ആണ് ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഇടത് സൈഡിലോട്ടും വലത് സൈഡിലോട്ടുമുള്ള മണ്ണുകൾ നല്ല രീതിയിൽ മാറ്റി ക്ലീൻ ചെയ്തതിന് ശേഷമാണ് നമുക്ക് കട്ട് ചെയ്യാൻ സാധിക്കുക. ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ 4-5 പൈപ്പ് അതിൻ്റെ സൈഡിൽ കൂടെ വരുന്നത് കൊണ്ട് നമ്മൾ വളരെ ബുദ്ധിമുട്ടിയാണ് ഈ ഒരു സൈഡ് കട്ട് ചെയ്ത് മാറ്റി നമ്മൾ അത് എല്ലാം മാറ്റി പുതിയൊരു ടീ ആണ് ഇടുന്നത്. ഈ ഒരു ടീയുടെ ഈ ഒരു ഭാഗത്തേക്കുള്ള പൈപ്പ് നല്ല രീതിയിൽ ചരിവുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡ് കൊണ്ട് പൊട്ടിപ്പോയിരിക്കുന്നത്, ഒരു കൊണ്ട് ചരിഞ്ഞാണിത് പൊട്ടിപ്പോയിരിക്കുന്നത്. നല്ല ലോഡ് കയറിയിരിക്കുകയാണ് മണ്ണിന്. അപ്പോൾ ഈ ഒരു സൈഡിൽ, അതായത് റൈറ്റ് സൈഡിലുള്ള മണ്ണ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് നമ്മളൊരു കപ്പടിച്ച് സോക്കറ്റ് അടിച്ചാണ് രണ്ട് സൈഡും സോക്കറ്റ് അടിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് വിശദമായിട്ട് കാണാം. അപ്പോൾ ഇതിൻ്റെ ഇടത് സൈഡിലായിട്ട് കാണുന്നത് ഒരു 4-5 പൈപ്പ്, പിന്നെ ഒരു പമ്പിങ് ലൈന്, മൊത്തത്തിൽ ഒരു സൈഡ് കംപ്ലീറ്റ് പൈപ്പാണ്. അപ്പോൾ നമുക്ക് വാൽവ് അടയ്ക്കാം. വാൽവ് അടച്ചതിന് ശേഷം ഒരു സൈഡിൽ കൂടെ ബ്ലേഡ് കയറ്റി കട്ട് ചെയ്തെടുക്കേണ്ടിയിരിക്കും. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ മൊത്തം ലൈനുകൾ മാറ്റേണ്ടിയിരിക്കും. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ തന്നെ പരമാവധി ആ ലൈനുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് മാറ്റാൻ ശ്രമിക്കാം.
അപ്പോൾ ടീയുടെ 2 ഭാഗങ്ങളും നമ്മൾ സോക്കറ്റ് അടിച്ചാണ് ചെയ്തത്. പൈപ്പ് ചൂടാക്കിയിട്ട് സോക്കറ്റ് അടിച്ചാണ് ചെയ്തത്. ഇനി അടുത്തുള്ള ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സൈഡിലോട്ട് പൈപ്പ് പിടിച്ച് കയറ്റി ഇടണം. അപ്പോൾ നമ്മളൊരു ഡബിൾ സോക്കറ്റ് അടിക്കണം. ഡബിൾ സോക്കറ്റ് അടിച്ചിട്ട് ഒരു സൈഡ് കയറ്റിയിട്ട് റിട്ടേൺ പിടിച്ചിടണം. അപ്പോൾ അങ്ങനെ ഈ സൈഡിൽ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതാണ് ഇനി ഈ ഒരു സൈഡിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ഫിനിഷാകും. ഇതിലുള്ള വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. താങ്ക്